അപ്പം നമ്മുടെ ഇന്നത്തെ കഥ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു യഥാർത്ഥ കഥയാണ്. 17 വയസ്സുള്ള ഒരു പയ്യൻ ലോകം കണ്ട ഏറ്റവും വലിയ ഡ്രഗ് ലോഡായിട്ട് മാറുന്നു. അവൻക്കൊരു ഇരട്ടപ്പേരുണ്ട്, വൈറ്റ് ബോയ് റിക്കി. അവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ക്രൈമിലോട്ട് എത്തുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു പോകുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ട് ഗംഭീര ട്വിസ്റ്റും പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു സിനിമ കാണരുത്. കാരണം ഇതൊരു യഥാർത്ഥ കഥയാണ്, അത് അതേപടി എടുത്തു വെച്ചിട്ടുണ്ട്. സോ ആ ഒരു സെൻസിൽ മാത്രം ഈ ഒരു സിനിമയെ എടുക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ചാനൽ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ നമ്മുടെ ചാനലിന് അത് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പക്ഷെ അതിനകത്ത് അധികം വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാറ് മോഷണ സിനിമകൾക്കാണ്. പക്ഷെ ഈ മോഷണ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഓരോ കണ്ടന്റുകളും തപ്പിപ്പിടിച്ച് ഞാൻ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങളാണെങ്കിൽ മോഷണ സിനിമകൾക്ക് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ടായില്ല. നിങ്ങൾ എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് വെറൈറ്റി കണ്ടന്റുകൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ടൈം ട്രാവൽ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ആകെ തുച്ഛമായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. പറ്റുമെങ്കിൽ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ കൂടെ നിൽക്കുക. എന്നാൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. 1984 ഡിട്രോയിഡ് സിറ്റി. അമേരിക്കയിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള സ്ഥലം അതാണ് ഡിട്രോയിഡ്. മയക്കുമരുന്നിന്റെ പേരിൽ ധാരാളം ക്രൈമാണ് സിറ്റിയിൽ അരങ്ങേറുന്നത്. ആൻഡ് അവിടെയുള്ള യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു സാധനമുണ്ട്, ക്രാക്ക് കൊക്കെയിൻ. നോർമൽ കൊക്കെയിൻ പോലെ പൗഡറല്ല, മറിച്ച് കല്ല് പോലെയാണ് സാധനം. ഇനിയാണ് കഥയിലെ പ്രധാന കഥാപാത്രം റിക്കി. 14 വയസ്സേ ആയിട്ടുള്ളൂ, എന്നിട്ടും ഗണ്ണ് വാങ്ങാനാ ചെറുക്കൻ വന്നിരിക്കുന്നത്. കൂടെ അവന്റെ അച്ഛനും ഉണ്ട്, റിക് സീനിയർ. സോ രണ്ടാൾക്കും ഒരേ പേരാ, റിക്കി. ജൂനിയർ, സീനിയർ, അത്രേ വ്യത്യാസമുള്ളൂ. അങ്ങനെ ഈ സെല്ലർ റിക്കി ഒരു കുട്ടിയായതുകൊണ്ട് അവനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യൻ ഗണ്ണാന്നും പറഞ്ഞ് ഈജിപ്ഷ്യൻ ഗണ്ണാണ് വിൽക്കാൻ നോക്കുന്നത്, അതും റഷ്യൻ ഗണ്ണുകളുടെ വിലയിട്ടിട്ട്. പക്ഷെ സെല്ലറിന് റിക്കിയെ വേണ്ടത്ര പരിചയമില്ല, അവൻക്കറിയാത്ത ഗണ്ണുകളില്ല. ആൻഡ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് അവന്റെ അച്ഛനും. അങ്ങനെ തുച്ഛമായ റേറ്റിൽ ഗണ്ണുകൾ വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. ഇനി ഗണ്ണുകൾ ആവശ്യക്കാർക്ക് വിൽക്കും, അതും ചില്ലറ റേറ്റിനൊന്നുമില്ല. ഇതാണ് സീനിയർ റിക്കിയുടെ ബിസിനസ്. ഇവനിതെല്ലാം ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ഒരു വീഡിയോ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക, അതാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആൻഡ് ഈ ഗണ്ണ് വിൽക്കുന്നതിന് അങ്ങേരുടെ കയ്യിൽ ലൈസൻസ് ഒക്കെ ഉണ്ട് ട്ടാ. പക്ഷെ ഇതൊക്കെ വിൽക്കുന്നതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. നിയമം പറയുന്ന വഴിയിൽ വിറ്റ് കഴിഞ്ഞാൽ വേണ്ടത്ര കാശൊന്നും കിട്ടത്തില്ല. അപ്പം പിന്നെ ഇല്ലീഗൽ രീതി. അങ്ങനെ അവർ വീട്ടിലെത്തി. ഈ റിക്കി കൂടാണ്ട് ഒരു മകളും കൂടെയുണ്ട്, ഡോൺ. ആൻഡ് ഷീസ് എ ഡ്രഗ് അഡിക്റ്റ്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ടൈലർ. അവന് അവൾക്ക് ഈ ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് അഡിക്റ്റ് ആക്കി മാറ്റുന്നത്. അച്ഛൻ ഈ ടൈലറിനെ കാണുന്നത് തന്നെ കലിയാ. സോ തോക്കും കൊണ്ടാണ് വീട്ടിലോട്ട് കയറുന്നത്. എന്നിട്ട് ടൈലറിനെ പിടിച്ച് പുറത്താക്കുന്നു. ഇത് കണ്ടേക്ക് ഡോണിനാണെങ്കിൽ ദേഷ്യം വരുന്നു. അച്ഛനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, പക്ഷെ റിക്കീനെ അവൾക്ക് ഭയങ്കര കാര്യ. ഇതാണ് സീനിയർ റിക്കിയുടെ പാരൻസ്, അതായത് ഡോണിന്റെയും ജൂനിയർ റിക്കിയുടെയും ഗ്രാൻഡ് പാരൻസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോക്കിനൊപ്പം വിൽക്കാൻ വേണ്ടി സൈലൻസർ ഉണ്ടാക്കുന്നത്. അല്ലച്ചാ, തോക്ക് മാത്രം വിറ്റാ പോരെ, എന്തിനാണ് ഈ സൈലൻസർ ഉണ്ടാക്കിയിട്ട് വെറുതെ സമയം കളയുന്നത്? എടാ, നീ ഒരു ബർഗർ ഷോപ്പിൽ പോയി എന്ന് വിചാരിക്കുക. കടക്കാരൻ നിന്നോട് ചോദിക്കും ഫ്രൈസും കൂടെ എടുക്കട്ടെ എന്ന്. അപ്പൊ നിനക്കെന്താ തോന്നുക, ഫ്രൈസ് ഇല്ലാണ്ട് എങ്ങനെയാണ് ബർഗർ മാത്രം കഴിക്കാന്ന്? സോ നീ ഫ്രൈസും പറയും. ആ ഒരു കോംബോയിലാണ് നീ കഴിക്കാറുള്ളൂ. ആൻഡ് ആ ഫ്രൈസിന്റെ ക്യാഷും കൂടെ അങ്ങ് പോയി കിട്ടും. അതേ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ബർഗറാണ് ഈ റൈഫൽ, ഫ്രൈസ് ആണ് ഈ സൈലൻസർ എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. അച്ഛനോട് അത്രയും വെറുപ്പ് തോന്നിയ ഡോൺ റിക്കിയോടൊരു ബായും പറഞ്ഞ് ടൈലറിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ഇത് കണ്ടേക്ക് അച്ഛനാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. അഡിക്ഷൻ കാരണ അവൾ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. അച്ഛൻ കൊടുത്തുവിട്ട റൈഫലുമായിട്ട് ഒരു ലോക്കൽ സെറ്റപ്പിലോട്ടാ റിക്ക് പോകുന്നത്. എന്നാൽ അവൻ അറിയാതെ ആരൊക്കെയോ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. ഈ റൈഫല് വിൽക്കാനാണ് അവൻ വന്നിരിക്കുന്നത്, അതും ഈ നാട്ടിലെ ഡ്രഗ് കിങ് പിന്നായ ജോൺ കറിയുടെ അടുത്തോട്ട്. അവനൊരു നൊട്ടോറിയസ് ക്രിമിനലാണ്. ക്രിമിനൽസിന്റെ ഇടയിൽ റിക്കിയുടെ അച്ഛൻ ഭയങ്കര ഫേമസാ. സോ റിക്കി എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നതെന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. അങ്ങനെ റിക്കി തന്റെ കൈവശിരിക്കുന്ന റൈഫൽ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. 2 റൈഫലും കൂടെ $100 മാത്രമാണ് അവൻ ചാർജ് ചെയ്യുന്നുള്ളൂ. എന്നാൽ സൈലൻസറിന് ഒന്നിന് മാത്രം $1500 പറയുന്നത്. ഇവർക്ക് ഈ സൈലൻസർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ എത്ര വില കൊടുത്തിട്ടാണേലും അവരത് വാങ്ങും. നേരത്തെ സീനിയർ റിക്ക് പറഞ്ഞതുപോലെ ബർഗറിൻ്റെ ഒപ്പം ഫ്രൈസ് കിട്ടുന്നത് പോലെ. അങ്ങനെ ജോൺ കറി റിക്കിക്കൊരു പേരിട്ടു, വൈറ്റ് ബോയ് റിക്ക്.
ആ സമയത്ത് ഈ വൈറ്റ് ബ്ലാക്ക് എന്നുള്ള വേർതിരിവുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ലാട്ടാ അവൻക്ക് ആ പേര് കൊടുത്ത്. അതെന്ത് തന്നെയായാലും ക്രിമിനൽസിന്റെ ഇടയിൽ ഇന്നു മുതൽ വെറും റിക്കിയല്ല, വൈറ്റ് ബോയ് റിക്കിയാണ്. ഈ സമയത്താണ് ജോൺ കറിയുടെ ബ്രദറുമായിട്ട് അവൻ കൂടുതൽ അടുക്കുന്നത്. അവന്റെ പേരാണ് ബൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൂ സ്കേറ്റർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് റിക്കിയെ ക്ഷണിക്കുന്നത്. നാട്ടിലുള്ള സകലമാന തലതെറിച്ച പിള്ളേര് മുതൽ വലിയ വലിയ കിങ് പിന്നടക്കം അവിടെ ഉണ്ടാവും. അങ്ങനെ പാർട്ടിക്ക് പോകുന്നു. അപ്പോഴാണ് റിക്കി ഞെട്ടിക്കുന്നൊരു കാര്യം കാണുന്നത്. ക്രിമിനൽസ് മാത്രമല്ല, കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസുകാരും ഇവിടെയുണ്ട്. ആൻഡ് ജോൺ കറിയുടെ ഗേൾഫ്രണ്ടായ കാത്തി ഒരു സാധാരണക്കാരിയല്ല, സാക്ഷാൽ മേയറിന്റെ നെഫ്യൂ ആണ്. അവൾക്ക് കാവലായിട്ട് പോലീസുകാരടക്കമുണ്ട്. സോ ക്യാഷിനു വേണ്ടി, ലക്ഷറിക്ക് വേണ്ടി നിയമം കാക്കേണ്ടവർ തന്നെ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ ലക്ഷറി ആയിട്ട് ജീവിക്കാൻ റിക്കിക്കും ചെറിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി റിക്കിയെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാർ അവന്റെ വീട്ടിലോട്ട് വരുന്നു. അതും സീനിയർ റിക്കിനെ ചോദ്യം ചെയ്യാൻ. ജാക്സൺ, അലക്സ് ഇവര് രണ്ടുപേരും FBI ആണ്. റിക്കിന്റെ തോക്ക് ബിസിനസിനെ കുറിച്ച് ചോദ്യം ചെയ്യാനാ ഇവര് വന്നിരിക്കുന്നത്. എന്റെ പൊന്നു സാറുമാരെ, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു തോക്ക് പോലും ഞാൻ ഇന്നേ വരെ വിറ്റിട്ടില്ല. ആൻഡ് എന്റെ കയ്യിൽ ലൈസൻസും ഉണ്ട്. എന്ത് ഡോക്യുമെന്റാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. തോക്കിനുള്ള ഡോക്യുമെന്റ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ നീ മാനുഫാക്ചർ ചെയ്യുന്ന സൈലൻസറിന് എവിടെയാടാ ഡോക്യുമെന്റ് എന്നും പറഞ്ഞ് കുറച്ച് ഫോട്ടോസാണ് നിരത്തി വെക്കുന്നത്. എല്ലാം നാട്ടിലെ വലിയ വലിയ ഡ്രഗ് കിങ് പിന്നാണ്. ഇത് കണ്ടേ കിങ്ങേരാണെങ്കിൽ അറിയില്ല എന്നാ പറയുന്നത്. വെറുതെ അതും ഇതും പറഞ്ഞു കൊടുത്ത് പണി മേടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഇതെല്ലാം ഒളിച്ചിരുന്ന് കാണുകയാണ് ജൂനിയർ റിക്കി. അവനെ കണ്ടതും ചോദ്യങ്ങൾ അവനോടാവുന്നു. റിക്കി ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ടാ നിൽക്കുന്നത്. ആൻഡ് ഫോട്ടോസിലുള്ള ക്രിമിനൽസിനെ അവൻ ഐഡന്റിഫൈ ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇവരാരും ഇപ്പൊ ജീവനോടെയില്ല. ഈ സമയത്താണ് അലക്സ് ജോൺ കറിയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അവനുമായിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരാ ജൂനിയറും സീനിയറും. അതുമാത്രമല്ല, ജോൺ കറി എന്ന ക്രിമിനൽ വയലൻസിന് പേര് കേട്ട ആളാ. സോ അറിയില്ല എന്നും പറഞ്ഞ് ഒഴിവാക്കുന്നു. ഇതിന്ന് ഒരു കാര്യം വ്യക്തമാണ്, തോക്ക് കച്ചവടമല്ല FBI പ്രശ്നം, ഡ്രഗ്സ് ആണ്. അല്ലാതൊരിക്കലും ജോൺ കറീനെ കുറിച്ച് അവർ ചോദിക്കത്തില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം റിക്കി ബൂഡൻ ഗ്യാങ്ങിന്റെയും കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നു. കയ്യിൽ പേന വെക്കുന്നതിന് പകരം തോക്കാണ്. ചുമ്മാ തൂക്കിയിട്ടുകൊണ്ട് നടക്കാനല്ല തോക്ക് കൈവശം വെക്കുന്നത്. അതും വെച്ച് എന്റർടൈൻമെന്റ് ആണ്. അതിന്ന് മനസ്സിലാക്കാം ഈ നാട്ടിലെ പിള്ളേരുടെ മൈൻഡ് എന്താന്ന്. പിന്നെ ഇവർ ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ശവം വരെയുണ്ട്. പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെ രാത്രിയായി. ജാക്സണും അലക്സും കൂടെ പിന്നെയും വരുന്നു. സത്യം പറഞ്ഞ സീനിയർ റിക്കിനെയല്ല, ജൂനിയർ റിക്കിനെയാണ് അവർക്കാവശ്യം. അങ്ങനെ റിക്കിനെ കൊണ്ടുപോകുന്നു. കൂടെ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സാം എന്ന് പറയുന്ന ഒരു ഓഫീസറും കൂടെയുണ്ട്. അങ്ങനെ ഇവർ റിക്കിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ചെറിയ ചെക്കനല്ലേ, അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. റിക്കി, ഡ്രഗ്സിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഇത് കേട്ടേക്ക് ഇവനാണെങ്കിൽ കെച്ചപ്പ് ഉണ്ടോന്നാ ചോദിക്കുന്നത്. പോലീസുകാർ ചോദ്യം ചെയ്യുന്ന സമയത്ത് ധൈര്യത്തിലിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. തൻ്റെ അച്ഛനെ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവന്റെ വായിൽ നിന്നെങ്ങാനും വീണ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റിക്കി, ക്രാക്ക് കൊക്കെയിൻ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് ഫ്രൈസാണ് അടുത്ത് ചോദിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സാമിനാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. അങ്ങനെ സാമു പറയാണ്, നിന്റെ സിസ്റ്റർ അഡിക്റ്റ് ആണല്ലേ? അവൾക്ക് ആരാണിതൊക്കെ കൊടുക്കുന്നതെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. അത് അവസാനിപ്പിക്കാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത് കേട്ടേക്ക് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവണ്ടെന്നും കരുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാനിരിക്കുകയാണ് റിക്കി. അപ്പോഴാണ് ദേഷ്യം വന്ന സാം അവനെ അങ്ങ് പിടിച്ചു വെക്കുന്നത്. മൈനറാണ്, കൈവച്ച പണി വാളും. അതുകൊണ്ട് അലക്സ് കൺട്രോൾ ചെയ്യാനാ പറയുന്നത്. ആൻഡ് റിക്കിനൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അതും ഒരു മൃതദേഹത്തിന്റെ ഫോട്ടോ. വെടികൊണ്ടിട്ടാണ് മരിച്ചിരിക്കുന്നത്. കില്ലറിനെ പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ അകത്ത് കയറിയ ബുള്ളറ്റ് വെച്ച് ഏത് ഗണ്ണാന്ന് മനസ്സിലായി. ആ ഗണ്ണിന്റെ ലൈസൻസ് സീനിയർ റിക്കിയുടെ പേരിലും. ഇത് കേട്ടേക്ക് ഇവനാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. റിക്കി, ഇക്കാര്യം ഇപ്പം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. പുറത്തറിഞ്ഞാൽ അറിയാലോ, നിന്റെ അച്ഛൻ അറസ്റ്റിലാവും. നീ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിന്റെ അച്ഛൻ്റെ കാര്യം ഞങ്ങളങ്ങ് മറക്കും. ഡീലാണോ? സോ അച്ഛൻ കുടുങ്ങാതിരിക്കാൻ വേണ്ടി അവൻ സമ്മതിച്ചു കൊടുക്കുന്നു. സമ്മതിച്ചു കൊടുക്കാന്നല്ലാണ്ട് അവൻക്ക് വേറെ ഓപ്ഷനില്ല. അങ്ങനെ റിക്കീനെയും കൊണ്ട് ഒരു സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് മെയിനായിട്ട് ഡ്രഗ്സ് എല്ലാം വിൽക്കാറ്. അവിടെ പോവുക, മരുന്ന് വാങ്ങിക്കുക, തിരിച്ചു വരിക. സംഭവം വേറൊന്നുമില്ല, ഡ്രഗ്സ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായാൽ മാത്രമാണ് പോലീസുകാർക്ക് വാറന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ റിക്കി ചോദിക്കുകയാണ്, ഇതൊക്കെ ഞാൻ ചെയ്തു തന്നാ എനിക്കെത്ര കിട്ടും? ഇങ്ങോട്ടൊരു ഡീല് വെച്ചപ്പോൾ തിരിച്ചങ്ങോട്ടും വെക്കുന്നു. അതാണ് റിക്കി. അങ്ങനെ അലക്സ് പറയാണ് 200, നോ 300. ഇത് കേട്ടേക്ക് അലക്സ് ആണെങ്കിൽ ഓക്കെ പറയുന്നു. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്.
അറ്റ്ലീസ്റ്റ് 5 പ്രാവശ്യയിലും ഡ്രഗ്സ് വാങ്ങണം. അങ്ങനെ റിക്കി ഡ്രഗ്സ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ ഗണ്ണും കൊണ്ടാണ് പോകുന്നത്. ഇത് കണ്ടേക്ക് പോലീസുകാരാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. ചെറിയ ചെക്കൻ്റെ അടുത്താണ് ഗണ്ണിരിക്കുന്നത്. പേടിക്കാതിരിക്കോ? അതേ, ഇതൊന്നും പറ്റൂല, ഗണ്ണില്ലാണ്ട് പോയാൽ മതി. അങ്ങനെ ഗണ്ണില്ലാണ്ട് പോകുന്നു, സാധനം വാങ്ങുന്നു, തിരിച്ചു വരുന്നു. അവൻക്ക് കൊടുക്കാൻ നേറ്റ 300 കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുന്നു. അച്ഛനറിയാതെ ആ കാശെല്ലാം സൂക്ഷിച്ചു വെക്കുന്നു. ആൻഡ് അവിടുന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അവൻ്റെ ജീവിതം തന്നെ ഈ പോലീസുകാരാണ് മാറ്റിമറിക്കാൻ പോകുന്നത്. അങ്ങനെ ജോൺ കറിയും കാത്തിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. അതിൻ്റെ ഡ്രസ്സ് എടുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ജോൺ കറി ഒരു കാര്യം പറയുന്നത്. ഹേയ് വൈറ്റ് ബോയ് റിക്കി, എൻ്റെ ബ്രദർ ബൂക്ക് നിന്നെ ഭയങ്കര കാര്യമാണ്. എൻ്റെ പോലെയല്ല ബൂ, എൻ്റെ ജീവിതം അറിയാലോ, അതേപോലെയല്ല ബൂ. നീ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞ് അവൻക്കൊരു പുത്തൻ സ്യൂട്ടാണ് എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ കല്യാണമായി. മേയറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. നാട്ടിലുള്ള സകലമാന ക്രിമിനൽസും ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ ഇവരെല്ലാവരും ക്ലീനാണ്. ഇതാണ് ഡെറിക്ക്. നാട്ടുകാരിവനെ ആർട്ട് ഡെറിക്ക് എന്നും വിളിക്കാറുണ്ട്. കാരണം ഡ്രഗ്സ് ഉണ്ടാക്കുന്നത് ഒരു കലാരൂപമായിട്ടാണ് അവൻ സ്വയം കണക്കാക്കുന്നത്. അങ്ങനെ മാരേജ് എല്ലാം തകൃതിയായിട്ട് പോകുന്നു. അത് മാത്രമല്ല, ജോൺ കറിയുടെ വൈഫായ കാത്തിയുടെ മേളിൽ റിക്കിനൊരു കണ്ണുണ്ട് കേട്ടാ. അങ്ങനെ രാത്രിയായി. ബൂയും റിക്കിയും കൂടുതലായിട്ട് അങ്ങ് അടുത്തു. അവര് നല്ലൊരു കൂട്ടുകാരായിട്ട് മാറുന്നു. അങ്ങനെ അവര് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ബ്രണ്ടേനെ കാണുന്നത്. ബ്രണ്ടയും റിക്കിയും ഒരുമിച്ച് പഠിച്ചതാ. അന്നു മുതലേ ബ്രണ്ടയോടൊരു ഇഷ്ടമുണ്ട് റിക്കിന്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ആ ഒരു പോയിന്റ് വെച്ച് അവർ കിസ് ചെയ്യുന്നു, സെക്സിലേർപ്പെടുന്നു. പക്ഷെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു 1 നൈറ്റ് സ്റ്റാൻഡ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സും സാമും കൂടെ റിക്കിയെ കാണാൻ വരുന്നത്. വരാന്ന് മാത്രമല്ല, ക്രാക്ക് കൊക്കെയിൻ ഉണ്ടാക്കാനുള്ള സബ്സ്റ്റൻസ് ആണ് അവന്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നത്. ഈ സാധനം കൊണ്ട് ഡ്രഗ്സ് ഉണ്ടാക്കിയ ശേഷം വിൽക്കുക, ബയ്യേഴ്സിനെ കണ്ടുപിടിക്കുക. ഇത് കേട്ടേക്ക് ഇവനാണെങ്കിൽ ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം വാങ്ങാൻ പറഞ്ഞു, ഇപ്പൊ ഇതാ വിൽക്കാൻ പറയുന്നു. ആൻഡ് അവൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു കാര്യമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സ്വന്തം മകളുടെ ലൈഫ് എന്നെ തൊലച്ച സാധന. സോ അത്രയും വെറുപ്പുണ്ട്. എൻ്റെ പൊന്നു സാറേ, ഇതെങ്ങാനും എൻ്റെ അച്ഛൻ കണ്ട ആകെ സീനാവും. അതുകൊണ്ട് ഞാൻ പോവാ. ഇത് കേട്ടേക്ക് $4000 സാം ഓഫർ ചെയ്യുന്നത്. അതിനോടൊപ്പം ഡ്രഗ്സ് വിറ്റ് കിട്ടുന്ന ക്യാഷ് റിക്കിക്കെടുക്കാം. ക്യാഷ് അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. നല്ലൊരു ലൈഫ് കാണാൻ വേണ്ടി സീനിയർ റിക്ക് അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ ഓഫർ അങ്ങ് സ്വീകരിക്കുന്നു. ബൂന്റെ കൂട്ടുകാരെ വെച്ച് ക്രാക്ക് കൊക്കെയിൻ ഉണ്ടാക്കാൻ ആരംഭിക്കുന്നു. ഉണ്ടാക്കാന്ന് മാത്രമല്ല, സിറ്റിയിലെ പലയിടത്തും അവരത് സെയിൽ ചെയ്യുന്നു. ഇഷ്ടം പോലെ ക്യാഷാണ് റിക്കിയുടെ പെട്ടിയിലോട്ട് വന്ന് കയറുന്നത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം 1985. ഇപ്പോഴും FBI കണക്ഷൻ റിക്കി നിർത്തിയിട്ടില്ല. അങ്ങനെ അവരുമായിട്ട് കാറിൽ പോകുന്നത് സീനിയർ റിക്കി കാണുന്നു. അപ്പം തന്നെ ഇങ്ങർക്ക് എന്തോ പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, റൂം മൊത്തം ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്യാഷ് കാണുന്നത്. ഏകദേശം $10,000 ഉണ്ട്. അങ്ങനെ ഈ സമയത്താണ് റിക്കി തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. റിക്കി, എവിടുന്നാ നിനക്ക് ഇത്രയും ക്യാഷ്? എന്തിനാ നീ ആ പോലീസുകാരുമായിട്ട് ചുറ്റുന്നത്? നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് എത്രയും വേഗം നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോവും. ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളെ പിടിച്ച് ജയിലിടുമെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ എന്ത് കാണിക്കാനാ? അതുകൊണ്ടൊരു താങ്ക്സും പറഞ്ഞ് മിണ്ടാതിരി. ഇത് കേട്ടേക്ക് അച്ഛൻ ഒന്നങ്ങ് കൊടുക്കുന്നു. അയാൾക്കറിയാം പോലീസുകാരുടെ ഇൻഫോർമൻ്റ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ഇതെങ്ങാനും ജോൺ കറി അറിഞ്ഞാൽ കാര്യങ്ങൾ വഷളാവത്തേയുള്ളൂ. ഇതേസമയം റിക്കി തൻ്റെ സിസ്റ്ററിനെ ഡോണിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. പിന്നെ അവനൊന്നും നോക്കിയില്ല. ആരും അറിയാണ്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ കാറും കൊണ്ട് ഡോണിനെ കാണാൻ പോകുന്നു. എന്നാൽ ഡോണിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഡ്രഗ് അടിച്ച് വല്ലാത്തൊരു രീതിയിലായിരിക്കുന്നു. അതിനു പുറമെ ടൈലറിന്റെ വക ടോർച്ചറും. ഡ്രഗ്സ് കിട്ടുമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവൾ ടൈലറിന്റെ കൂടെ പിടിച്ചു നിൽക്കുന്നത്. ഡോൺ, ആ ടൈലർ ശരിയല്ല, നീ വീട്ടിലോട്ട് വാ, എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരുത്തൻ ഗ്രാൻഡ് ഫാദറിന്റെ കാർ അങ്ങ് മോഷ്ടിക്കുന്നത്. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ ഗണ്ണെടുക്കുന്നു, പടാന്ന് പൊട്ടിക്കുന്നു. പബ്ലിക് പ്ലേസിലാണ് ഗണ്ണ് യൂസ് ചെയ്യുന്നത്. സോ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. ഡ്രൈവ് ചെയ്യാൻ ലൈസൻസ് ഇല്ല, ആയുധം കൈവശം വെച്ചു, അറ്റംപ്റ്റ് ടു മർഡർ. ഇതൊക്കെയാണ് റിക്കിയുടെ പേരിൽ വരാൻ പോകുന്ന ചാർജസ്. എന്നാൽ ആളൊരു ഇൻഫോർമൻ്റ് ആണ്. സോ ഇരു ചെവി അറിയാതെ ജാക്സനും അലക്സും സാമും കൂടെ റിക്കിയെ നൈസായിട്ട് അങ്ങ് പുറത്തിറക്കുന്നു. കൂടെ ഡോണും ഉണ്ടിട്ടാ. അങ്ങനെ റിക്കി നേരെ ജോൺ കറീനെ കാണാനാ പോകുന്നത്. അതും ഒന്നും സംഭവിക്കാത്തതുപോലെ. ആൻഡ് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കയ്യിലൊരു ബഗ്ഗും വെച്ചിട്ടുണ്ട്. ഇവിടെ ജോൺ കറിക്കാണെങ്കിൽ പല ഡൗട്ടും ഉണ്ട്. ഷൂട്ടൗട്ട് ഉണ്ടായതും റിക്കിയെ അറസ്റ്റ് ചെയ്തതും അങ്ങനെല്ലാം റിക്കി പറയാണ്ട് തന്നെ പുള്ളിക്കാരനറിയാം. അവൻക്ക് അത്രയും പിടിപാടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്തോ ഭാഗ്യത്തിന് FBI കണക്ഷൻ അറിഞ്ഞിട്ടില്ല.
അറ്റംപ്റ്റ് ടു മർഡർ ചാർജ് ചെയ്യേണ്ട കേസിൽ റിക്കിയെ വെറുതെ വിടാന്ന് പറയുമ്പോൾ ഡൗട്ട് വരാണ്ടിരിക്കോ? അങ്ങനെ ജോൺ കറി പറയാണ്, റിക്കി, നീ ഇപ്പോഴും ഞങ്ങളുടെ ആളാന്ന് വിശ്വസിക്കാനാ എനിക്ക് താല്പര്യം. നീ കാരണം ബൂയിന് എന്തേലും സംഭവിച്ചാ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായി, ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കാൻ പോകുന്നില്ല. ഇത് കേട്ടേക്ക് ജോൺ കറി ഒരിക്കൽ കൂടെ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ റിക്കീനെയും കൊണ്ട് പോകുന്നത് വലിയൊരു കസീനോയിലേക്കാണ്. ലിയോൺ എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്റർ സിറ്റിയിൽ നടക്കുന്ന ബോക്സിംഗ് മാച്ച് കാണാനായിട്ട് VIP ടിക്കറ്റുകളാണ് ജോൺ കറിക്ക് ഓഫർ ചെയ്യുന്നത്. അത് കാണാനും ആഘോഷിക്കാനും വേണ്ടിയിട്ടാണ് അവർ ആ കസീനോയിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ അവിടെ ഒന്നൊന്നര ആഘോഷമാണ്. റിക്കിയാണെങ്കിൽ ഇവരുടെ പോലെ ചെയിനൊക്കെ ഇട്ട് ഒരു പ്രോപ്പർ ഗാങ്സ്റ്റർ സെറ്റപ്പിലോട്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, നേരത്തെ റിക്കിക്ക് മാത്രമാണ് കാത്തീനെ നോട്ടുണ്ടായിരുന്നത്. എന്നാലിപ്പോൾ കാത്തിക്കും തിരിച്ചൊരു നോട്ടുണ്ട്. അങ്ങനെ അവർ ബോക്സിംഗ് കാണാനായിട്ട് പോകുന്നു. എന്നാൽ ഒരു റൈവൽ ഗ്യാങ്ങിനു വേണ്ടി ആ ടിക്കറ്റുകളെല്ലാം മറിച്ച് വിറ്റിരിക്കുകയാണ് ലിയോൺ. ജോൺ കറിയോടുള്ള ഡിസ്റെസ്പെക്ട് അതവനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. മര്യാദകേട് കാണിച്ച അവൻ ആരെയും വെറുതെ വിടാറില്ല. അങ്ങനെ ആർട്ട് ഡെറിക്കിന്റെ പാർട്ടിയിലോട്ട് പോകുന്നു. അവിടെ വെച്ചാണ് റിക്കി ഡെറിക്കിനെ പരിചയപ്പെടുന്നത്. ഇതേ പാർട്ടിക്ക് ലിയോണും അവന്റെ ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട്. ഇന്ന് നടന്നതെല്ലാം ഒരു വിധത്തിലാണ് ജോൺ മറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലിയോന്റെ അസോസിയേറ്റ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഒരു ഷാമ്പെയിൻ ബോട്ടിലുകൊണ്ട് ലെവന്റെ തലയങ്ങ് തല്ലി പൊട്ടിക്കുന്നു. ഇതൊക്കെ കണ്ട് റിക്കിയാണെങ്കിൽ ആകെ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. അത്രയും വലിയ മാരക വയലൻസ് ആണ് റിക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ജോൺ കറി ഇതുകൊണ്ടൊന്നും നിർത്തിയില്ല. ലിയോണിന്റെ വീട്ടിൽ കയറി പണിയുന്നു. ഒരു AK-47 കൊണ്ട് വീടിന് നേരെ പടപടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വീടിനകത്ത് ലിയോൺ ഉണ്ടായിരുന്നില്ല. അവൻ്റെ നെഫ്യൂസ് ആയിരുന്നു, അതും ചെറിയ കുട്ടികൾ. അതിലൊരാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പിറ്റേ ദിവസത്തെ ന്യൂസിലാണ് ഇതെല്ലാം റിക്കി അറിയുന്നത്. അവനാകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ന്യൂസിൽ പറയുന്നത് പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്ത റൈഫൽ കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ മോഡിഫൈഡും സൈലൻസറും എന്ന് വേണ്ട സകലമാന തോക്കും വിൽക്കുന്നത് രണ്ട് റിക്കിയും ചേർന്നിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീനിയർ റിക്കി ജൂനിയറിനോടൊരു കാര്യം പറയുന്നത്. എടാ, നീ സ്കൂളിലൊക്കെ പോകാൻ നോക്ക്. ഇപ്പം ഹാങ് ഔട്ട് ചെയ്യുന്ന ഗ്യാങ് അത്ര ശരിയല്ല. ഈ വക കാര്യങ്ങളിൽ ഡീപ്പായ പിന്നൊരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല. അച്ഛൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? പോലീസിനെ കുറിച്ചാണോ അതോ കറി ഗ്യാങ്ങിനെ കുറിച്ചാണോ? ഇത് കേട്ടേക്ക് അച്ഛനാണെങ്കിൽ മറുപടിയില്ല. പോലീസാണേലും ശരി, ഗുണ്ടകളാണേലും ശരി, ഡീപ്പായാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല. അങ്ങനെ റിക്കി സംഘത്തിന്റെ അടുത്തോട്ട് പോകുന്നു. അവിടെ ജോൺ കറിയാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. ലിയോണിനെ കൊല്ലാൻ പറഞ്ഞപ്പോൾ ചെറിയ കുട്ടികളെയാണ് കൊന്നിരിക്കുന്നത്. സോ വരാൻ പോകുന്ന പൊല്ലാപ്പുകൾ കുറച്ചൊന്നും ആയിരിക്കില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ പണിയിട്ടും. ആരുടെ കയ്യിലാണ് റൈഫലുള്ളതെന്ന് പോലീസുകാർ ഇപ്പം തന്നെ അന്വേഷണം ആരംഭിച്ചു. ഇവൻക്ക് അത്യാവശ്യം പിടിപാടുള്ളതുകൊണ്ട് പോലീസുകാർ നേരിട്ട് വിളിച്ചു പറയുന്നു. റൈഫൽസ് കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റാൻ. ആൻഡ് ജോണിന്റെ കൂടെ ഒരു FBI ഇൻഫോർമൻ്റ് ഉണ്ടെന്ന് പോലീസുകാർ തന്നെ ഒറ്റിക്കൊടുക്കുന്നു. അത് കേട്ടേക്ക് ഇങ്ങേര് സംശയിക്കുന്നത് റിക്കീനെ തന്നെയാണ്. മറ്റേ കേസിൽ അവനെ വെറുതെ വിട്ടപ്പോൾ തന്നെ നല്ല ഡൗട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉറപ്പിച്ചു. പക്ഷെ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാക്സണും അലക്സും കൂടെ റിക്കിയെ കാണാൻ വരുന്നത്. അവൻക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. ജോൺ കറി തന്നെ സംശയിക്കുന്നുണ്ടെന്ന് അവൻക്ക് നന്നായിട്ടറിയാം. ഇനിയും പോലീസുകാരുടെ കൂടെ പോയാൽ പെട്ടുപോകും. അതുകൊണ്ട് താല്പര്യമില്ല എന്നും പറഞ്ഞ് റിക്കി പോകുന്നു. ഇവിടെ സീനിയർ റിക്കിയാണെങ്കിൽ റൈഫൽസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങാനും പോലീസുകാർ ചെക്കിങ്ങിന് ഇറങ്ങിയാൽ അച്ഛൻ അറസ്റ്റിലാവും. അതുകൊണ്ട് റൈഫൽസ് മറ്റൊരു സ്ഥലത്തേക്കാണ് മാറ്റുന്നത്. അങ്ങനെ റിക്കി അച്ഛനെ കാണാൻ പോകുന്നു. അച്ഛാ, നാളെ തൊട്ട് ഞാൻ സ്കൂളിൽ പൊക്കോളാം. ഇത് കേട്ടപ്പോഴാണ് അച്ഛനൊന്ന് സമാധാനാവുന്നത്. അപകടം പിടിച്ച കളിയാണ് താൻ കളിക്കുന്നതെന്ന് റിക്കിക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺ കറിയുടെ കൂട്ടത്തിലൊരുത്തൻ അവൻക്കിട്ടൊരു പണിയങ്ങ് കൊടുക്കുന്നത്. അതും ജോൺ കറിയുടെ ആവശ്യപ്രകാരം. അവൻ വരുന്നു, റിക്കീനെ ഷൂട്ട് ചെയ്യുന്നു, പോകുന്നു. വയറിലേക്കാണ് ബുള്ളറ്റ് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇതൊക്കെ കണ്ട് സീനിയർ റിക്കിൻ്റെ കൺട്രോൾ പോകുന്നുണ്ട്. ആൻഡ് ഹോസ്പിറ്റലിൽ ജാക്സൺ ഉണ്ട്, അലക്സ് ഉണ്ട്, സാം ഉണ്ട്. അങ്ങനെ റിക്കി പറയാണ്, എടോ എടോ എടോ, നിങ്ങൾ കാരണം എൻ്റെ മകനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, എല്ലാത്തിനെയും ഞാൻ തീർക്കും. റിക്കി, ജോൺ കറീനെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ താനൊന്ന് അടങ്ങ്. എന്നാൽ അടങ്ങിയിരിക്കാൻ അങ്ങേർക്കൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഗണ്ണും കൊണ്ടങ്ങ് ഇറങ്ങുന്നു ജോൺ കറീനെയും കൂട്ടാളികളെയും തീർക്കാനായിട്ട്. പക്ഷെ അവനെക്കൊണ്ട് സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇവനെ എങ്ങാനും തീർത്ത പോലീസുകാർ അറസ്റ്റ് ചെയ്യും. സോ തൻ്റെ മകൻക്ക് പിന്നെ ആരും ഉണ്ടായിരിക്കില്ല. എന്ത് ചെയ്യണമെന്നറിയാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീനിയർ. അങ്ങനെ റിക്കി കണ്ണു തുറന്നു. അവനെ കാണാൻ വന്നിരിക്കുകയാണ് അലക്സ്. ആൻഡ് അവൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റിക്കി, നമ്മളുടെ മിഷൻ സക്സസ് ആയി. നമ്മൾ ആദ്യമായിട്ട് ഡ്രഗ്സ് വാങ്ങിച്ച ആ സ്ട്രീറ്റിൽ പോയിട്ട് അവരെ ചോദ്യം ചെയ്തു.
പിന്നെ നീ ശേഖരിച്ചു തന്ന തെളിവുകൾ എല്ലാം വെച്ച് ജോൺ കറീനെ അറസ്റ്റ് ചെയ്യാനാ പോകുന്നത്. പിന്നെ നിന്റെ കാര്യം ആരും അറിയാൻ പാടില്ല. മൈനറിനെയാണ് ഈ കേസിൽ ഉപയോഗിച്ചതെന്നറിഞ്ഞാൽ ഞങ്ങളുടെ ജോലിയെ ബാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നിനക്ക് നിന്റെ ലൈഫ്, എനിക്ക് എൻ്റെ ലൈഫ്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അലക്സ് പോകുന്നു. അതും സാക്ഷാൽ ജോൺ കറീനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. കാത്തിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെ ജോൺ കറി, ബൂ, അവൻ്റെ ടീം മെമ്പേഴ്സ് എന്ന് വേണ്ട സകലരെയും അലക്സും ജാക്സണും സാമും കൂടെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി അവർ പുറം ലോകം കാണണമെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും. ഇതേ സമയം റിക്കി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് പഠിക്കാന്നുള്ളതായിരുന്നല്ലോ റിക്കിയുടെ പ്ലാൻ. അതെല്ലാം പാളി. ഒരു സ്കൂളേരും അവൻക്ക് അഡ്മിഷൻ കൊടുക്കുന്നില്ല. ഗൺഷോട്ടാണ് കേസ്. സ്കൂളിലെ ബാക്കിയുള്ള പിള്ളേർക്ക് ഭീഷണിയാവൂന്നും പേടിച്ച് ആരും അഡ്മിഷൻ കൊടുക്കുന്നില്ല. പോലീസുകാരുടെ ഇൻഫോർമെന്റ് ആയതിന്റെ പേരിൽ റിക്കിയുടെ ഫ്യൂച്ചറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അലക്സും കൂട്ടരാണെങ്കിലോ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ചുരുക്കി പറഞ്ഞ ബുള്ളറ്റും മേടിച്ചു വെച്ച് റിസ്ക് കൊടുത്ത് വെറുതെ ആയി നടത്തും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. 1986. അപ്പോഴാണൊരു കുരിപ്പ് റിക്കീനെ അന്വേഷിച്ചു വരുന്നത്. താനാണോ റിക്കി? ആണെങ്കിൽ മര്യാദക്കെൻ്റെ വീട്ടിലോട്ട് വാ. എൻ്റെ സിസ്റ്ററിന് നീ ഒരു കൊച്ചിനെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ബ്രൻഡ. ഓർമ്മയുണ്ടോ? ഡാ ചെറുക്ക, ഒറ്റ പ്രാവശ്യമാണ് ബ്രൻഡയുടെ കൂടെ അങ്ങനൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം മതി ഗർഭം ഉണ്ടാവാൻ. എടോ, ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഏറ്റെടുക്കാനുള്ള ധൈര്യം കൂടെ കാണിക്കണം. അതാണ് യഥാർത്ഥ ആണ്. ഇത് കേട്ടിട്ട് ഇവനാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. അത്രയും ചെറിയ കുരിപ്പാണ് ഈ വക വർത്താനം പറയുന്നത്. അങ്ങനെ സീനിയർ റിക്കി വരുന്നു. എടോ, താനിവൻ്റെ തന്തയല്ലേ? എന്നാലേ ഇനി മുതൽ വെറും തന്തയല്ല, മുത്തശ്ശനാ. ഇത് കേട്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ആകെ കിളി പറന്നിട്ടാണ് ഇരിക്കുന്നത്. 16-കാരന് ബ്രൻഡയിൽ ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഇവർ വേഗം തന്നെ ബ്രൻഡയെ കാണാൻ പോകുന്നു. നോക്കുമ്പോൾ ആ ചെറുക്കൻ പറഞ്ഞെല്ലാം സത്യമാണ്. റിക്കിന് ബ്രൻഡയിൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അവളെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ബ്രൻഡയ്ക്ക് അവനെ ഹസ്ബൻഡായിട്ട് വേണമെന്നൊന്നുമില്ല. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് എല്ലാ കാലത്തും ഉണ്ടാവണം, അത്രയുള്ളൂ. എന്തായാലും റിക്കി ഒരച്ഛനായിരിക്കുകയാണ്. സീനിയർ റിക്കി മുത്തശ്ശനും. സീനിയർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. അങ്ങനെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം അവർ തിരിച്ചു പോകുന്നു. കാര്യങ്ങളെല്ലാം ഇനി മുതൽ പതിയെ മാറിത്തുടങ്ങും. ജീവിത സാഹചര്യം കൊണ്ട് നല്ലൊരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടി അവരോരോ ക്രൈമുകളും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് എവിടെയും എത്തിയോ? അതുമില്ല. ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്തപ്പോൾ പോലീസുകാർ നൈസായിട്ട് അങ്ങ് പറ്റിച്ചു. ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സീനിയർ റിക്കി. അങ്ങനെ അങ്ങേര് പറയാണ്, എടാ നീ നല്ലൊരു അച്ഛനാവും, എനിക്കുറപ്പാ. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റോർ ഒന്ന് തുടങ്ങിയിട്ട് വേണം ഒന്ന് ജീവിക്കാൻ. എന്നിട്ട് ആദ്യം തന്നെ ഒരു കാർ എടുക്കണം. ഇത് കേട്ടേക്ക് റിക്കി പറയാണ്, അച്ഛാ നമ്മുടെ ലൈഫ് ഒരിക്കലും പച്ച പിടിക്കാൻ പോകുന്നില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇത് കേട്ടേക്ക് അച്ഛനാണെങ്കിൽ ആ മാർഗം സ്വീകരിക്കണ്ടെന്നാ പറയുന്നത്. കാരണം ആ മാർഗത്തിൻ്റെ പേരാണ് ഡ്രഗ്സ്. ഡ്രഗ്സ് വിറ്റാൽ മാത്രമാണ് ഡിട്രോയിഡിൽ ഒരു രാജാവായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അച്ഛനാണെങ്കിൽ സ്റ്റിൽ വേണ്ടാന്നാണ് പറയുന്നത്. റിക്കി, ഡ്രഗ്സ് ആളെ കൊല്ലുന്ന സാധന, അത് വേണ്ട. അച്ഛൻ പിന്നെ വിൽക്കുന്ന PP വായിക്കുന്ന സാധനാലോ. നിങ്ങൾ ഈ ഗണ്ണുകളെല്ലാം വിൽക്കുന്നത് ഡ്രഗ് ഡീലേഴ്സിനാണ്. അതിനകത്ത് തെറ്റില്ലാലേ. എടാ, പക്ഷേ അതും ഇതും വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വണ്ടിയുടെ കൺട്രോൾ പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. അച്ഛാ, നമ്മുടെ ലൈഫ് കണ്ടില്ലേ, രക്ഷപ്പെടണ്ടേ? അല്ലെങ്കിൽ ഡോണിനെ എനിക്ക് നഷ്ടമായി. ഇനി നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ഡോണിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ഇനിയും കാശ് വരുമെന്നും കരുതി കാത്തിരുന്ന ലൈഫ് തന്നെ ഇല്ലാണ്ടാവും. ആരും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല. ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഇപ്പോൾ എനിക്കും മകളുണ്ട്. അവളുടെ ലൈഫ് എൻ്റെ ലൈഫ് പോലെ ആകരുത്. ഇതൊക്കെ കേട്ടേക്ക് അച്ഛനാണെങ്കിൽ സമ്മതിക്കുന്നു. ജനിച്ചപ്പോൾ മുതലേ ഗതികെട്ടൊരു ലൈഫാണ്. നല്ലത് ചെയ്തപ്പോൾ തൻ്റെ ഫ്യൂച്ചറിന് ഇല്ലാണ്ടായി. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് പണമാണ്. ആ പണം ഉണ്ടാക്കാൻ അവൻ തീരുമാനിക്കുന്നു. അച്ഛാ, എനിക്ക് ഈ ഗെയിമും അറിയാം, പ്ലെയേഴ്സിനെ അറിയാം. ജോൺ കറിയല്ല, ഇനി ഞാനാണ് കളിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഡെറിക്കിനെയാണ് കാണാൻ പോകുന്നത്. അവൻ വഴി ക്രാക്ക് കൊക്കെയിനുള്ള സബ്സ്റ്റൻസ് ഒപ്പിക്കുന്നു. ഒപ്പിക്കാന്ന് മാത്രമല്ല, കൂടെ കുറച്ച് പിള്ളേരെയും കൂട്ടി ഈ സാധനം പലർക്കും വിൽക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് അവർ ഡോണിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. ഒരു ബിൽഡിംഗ് ഉണ്ട്. നാട്ടിലുള്ള സകലമാന ഡ്രഗ് അഡിക്റ്റും അവിടെ ഉണ്ടാവും. അവിടുന്ന് അവർ ഡോണിനെ കണ്ടുപിടിക്കുന്നത്. അവൾ ആകെ ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. വരില്ലാന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രഗ്സ് ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥ. ഒരു ഭ്രാന്തിയെ പോലെ അലറാൻ തുടങ്ങുന്നു. ഒരു വിധത്തിലാണ് സീനിയറും ജൂനിയറും കൂടെ ഡോണിനെ കൊണ്ടുപോകുന്നത്. അവളുടെ ഒരു അവസ്ഥ കണ്ടിട്ടാകെ കയ്യിന്ന് പോയിട്ടിരിക്കുകയാണ് അച്ഛനും മകനും. അങ്ങനെ അവളെ ഡീടോക്സ് ചെയ്യാൻ വേണ്ടി ഒരു റൂമിനകത്ത് പൂട്ടിയിടുന്നു. അവൾ ആകെ വയലൻ്റ് ആവാൻ ആരംഭിക്കുന്നു. പക്ഷെ ആ റൂം തുറന്നു കൊടുക്കുന്നില്ല. അവളെ ഡ്രഗ്സിൽ നിന്ന് രക്ഷിക്കാൻ ഇതാണ് ഏകമാർഗം. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പതിയെ ഡോൺ റിക്കവറായി.
ഇതേ സമയം റിക്കി ക്യാഷ് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൂടെ ആൾക്കാരായി, സ്വർണ്ണ ചെയിനായി, ചെറിയൊരു സിൻഡിക്കേറ്റായി, ചുരുക്കി പറഞ്ഞാൽ വളർന്നു വരുന്നൊരു ജോൺ കറി. അങ്ങനെ തൻ്റെ കുഞ്ഞിനും കുഞ്ഞിൻ്റെ അമ്മയ്ക്കും ജീവിക്കാനുള്ള മുഴുവൻ ചെലവും ഈസി ആയിട്ട് കൊടുക്കുന്നു. ആൻഡ് പണ്ട് ബാക്കി വെച്ചൊരാഗ്രഹം കാത്തി, അത് മാത്രമാണ് തനിക്ക് സ്വന്താക്കാനുള്ളത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം 1987 ജോൺ കറിയേക്കാൾ വലിയൊരു ഡ്രഗ് ലോഡായിട്ട് മാറിയിരിക്കുകയാണ് ഒരു 17കാരൻ. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ വീഡിയോ സ്റ്റോർ അവൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിക്കി കാത്തിയുമായിട്ട് ഇഷ്ടത്തിലാവുന്നത്. ആൻഡ് സീനിയർ റിക്കി ഒരു ഉപദേശം കൊടുക്കുന്നു. റിക്കി, നമ്മുടെ ലൈഫ് ഇപ്പോൾ ഓക്കെയാണ്. നീ, ഡോൺ, ഗ്രാൻഡ് പേരൻസ്, വീഡിയോ സ്റ്റോറ്, കാറ് എന്ന് വേണ്ട സകലമാന സൗകര്യങ്ങളുണ്ടിപ്പോൾ. ഇതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. സോ കയ്യിൽ നിന്ന് പോവാണ്ട് നോക്കണം. ചുരുക്കി പറഞ്ഞ അത്യാഗ്രഹം ബാധിച്ചാൽ എല്ലാം നഷ്ടവും. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സാമും ബാക്കിയുള്ള പോലീസുകാരും കൂടെ അകത്തോട്ട് വരുന്നതും റിക്കിയെ അറസ്റ്റ് ചെയ്യുന്നതും. സംഭവം വേറൊന്നുമില്ല, അച്ഛൻ പറഞ്ഞതുപോലെ അത്യാഗ്രഹം മൂത്ത് 8 കിലോ കൊക്കെയിനാണ് അവൻ സെയിൽ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഇതൊക്കെ അറിഞ്ഞ പോലീസുകാർ പിന്നെ വെറുതെ ഇരിക്കോ? ആൻഡ് അന്ന് മുതൽ നാട്ടിലുള്ള സകലമാന പത്രത്തിലും ഈ 17കാരൻ്റെ ഫോട്ടോ ആയിരുന്നു. അങ്ങനെ വക്കീലിനെ കാണാന്ന് മാത്രമല്ല, ഇൻഫോർമൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന കാര്യം വക്കീലിനോട് പറയുന്നു. അല്ല വക്കീലെ, ഇൻഫോർമൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതും വെച്ച് എന്തേലൊക്കെ ചെയ്യാൻ പറ്റില്ലേ? ഇത് കേട്ടേക്ക് വക്കീൽ പറയുന്നത് നോ എന്നാണ്. 14 വയസ്സുള്ള ഒരു ചെറുക്കൻ ഇൻഫോർമൻ്റ് ആവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കോടതിയും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തേലൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രം, FBI. അവരാണ് ഈ ഡ്രഗ്സ് കച്ചവടത്തിലേക്ക് റിക്കിയെ തള്ളിയിട്ട് അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അപകടങ്ങൾ മനസ്സിലാക്കാതെ FBI ആണ് ഇതിലേക്ക് അവനെ പിടിച്ചിട്ട്. ആൻഡ് അവർ നൈസായിട്ട് അങ്ങ് കൈയൊഴിയുന്നു. അത്രയും പ്രായം കുറഞ്ഞ ആളെ യൂസ് ചെയ്തെന്നെങ്ങാനും പുറത്തറിഞ്ഞ FBI കാര്യം പോക്കാം. ഇതൊരു ഫെഡറൽ കേസല്ല, അതല്ല, ഇതല്ല എന്നും പറഞ്ഞ് ഒഴിവാക്കാനാ നോക്കുന്നത്. ഒഴിഞ്ഞു പോവില്ല എന്നായപ്പോൾ അലക്സ് മറ്റൊരു ഓഫർ വെക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഡീലറായ മേയറിനെ പിടിക്കാൻ സഹായിച്ച റിക്കിയെ വെറുതെ വിടാം. പക്ഷെ മേയറിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ കാത്തി വിചാരിക്കണം, ഇതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. അലക്സ്, ജോൺ കറി മാത്രമാണ് അന്നത്തെ കേസിലെ പ്രതി. ഒന്നും ചെയ്യാത്ത ബൂവിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. സോ കാത്തി അറസ്റ്റ് ചെയ്യില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ്? റിക്കി, നിനക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ ജീവപര്യന്താണ്. അതിൽ നിന്ന് വലിയൊരു ഇളവാണ് ഞങ്ങൾ വാങ്ങിച്ച് തരാൻ പോകുന്നത്. ആൻഡ് കാത്തിയുടെ കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, അവൾ സേഫായിരിക്കും. അങ്ങനെ റിക്കി ഒരിക്കൽ കൂടെ അവരെ വിശ്വസിക്കുന്നു. അങ്ങനെ പോലീസുകാർ പറഞ്ഞ പ്രകാരം കാത്തിയെ കാണുന്നു, കരുക്കൾ നീക്കുന്നു. എന്നാൽ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. കാത്തി മുഖേന വലിയൊരു ഡ്രഗ് ബസ്റ്റാണ് നടത്തുന്നത്. 11ഓളം കറപ്റ്റഡ് പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. എന്തിന്? മേയറിന്റെ അളിയനെ അടക്കം അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മേയറിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത് റിക്കിയുടെ പേരിലാണ് ന്യൂസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിക്കി AKA വൈറ്റ് ബോയ് റിക്കി എന്ന കൊടും ക്രിമിനൽ എന്നൊക്കെയാണ് പത്രത്തിലും ന്യൂസിലും പറയുന്നത്. പക്ഷെ എന്നിട്ടും അലക്സിനെ വിശ്വസിക്കുന്നു. അങ്ങനെ കോടതിയിലെത്തി. റിക്കിനെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ജീവപര്യന്താണ് റിക്കിന് വിധിച്ചിരിക്കുന്ന ശിക്ഷ. ഇത് കണ്ടേക്ക് എല്ലാവരും ഷോക്കായിട്ടിരിക്കുന്നു. പോലീസുകാർക്ക് വേണ്ടി അത്രയും പണിയെടുത്ത ഒരാള്, അത് കാരണം ഫ്യൂച്ചറിന് ഇല്ലാണ്ടായി. ഡ്രഗ്സ് എന്ന കൊടും ക്രൈമിലേക്ക് FBI ആണ് അവനെ തള്ളിയിട്ട്. ഡ്രഗ്സ് വിറ്റാൽ എത്ര കിട്ടും, ലൈഫ് സെറ്റിലാവോ, ഇതെല്ലാം ഇൻഫോർമൻ്റ് ആയിരുന്ന സമയത്ത് പഠിച്ചതാ. ഒരു 14കാരന് വഴിതെറ്റാൻ അത് പോരെ? പിന്നെ FBI അവർ ഈ കേസിൽ വാ തുറക്കാൻ പോകുന്നില്ല. കാരണം അത്രയും പ്രായം കുറഞ്ഞ ഇൻഫോർമൻറ്റിനെ യൂസ് ചെയ്യാന്നുള്ളത് സത്യം പറഞ്ഞ ചൈൽഡ് അബ്യൂസാണ്. അങ്ങനെ എല്ലാം അവസാനിച്ചു. അവൻ ജയിലിലെത്തി. അങ്ങനെ സീനിയർ റിക്കി തൻ്റെ മകനെ പുറത്തിറക്കാനായിട്ട് അലക്സിനെ നിരന്തരം കാണുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരത്തി നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുന്നു. പിന്നെയുള്ള ജാക്സനാണ്. അവൻ പറയാണ്, ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മേയറായിരുന്നു, പക്ഷെ വല വീശിയപ്പോൾ ചെറിയ ചെറിയ മീനുകളാണ് കുടുങ്ങിയിരിക്കുന്നത്. സോ ചെറിയ മീനായ റിക്കിയുടെ പേരിൽ കേസെടുത്തേ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മേയറിനെ കിട്ടാത്തതുകൊണ്ട് റിക്കിയെ അറസ്റ്റ് ചെയ്തു. റിക്കി ജോൺ കറീനെ പിടിച്ചതിന് ശേഷം ആ സ്ഥാനത്ത് വേറെ ആരും വരില്ല എന്നാ ഞങ്ങൾ വിചാരിച്ച്. ശരിയാണ്, അവൻ ഡ്രഗ് ലോഡായാലും ഞങ്ങളുടെ പങ്ക് ചെറുതൊന്നുമല്ല. എന്നാൽ അതേ പങ്കാണ് പേരൻ്റായി നിങ്ങൾക്കുള്ളത്. ഒരു കണക്കിന് പറഞ്ഞാൽ ജാക്സൺ പറയുന്നതിലും കാര്യമുണ്ട്. അച്ഛൻ ശക്തമായിട്ട് എതിർത്തിരുന്നെങ്കിൽ ഇതൊന്നും നടന്നിരുന്നില്ല. അങ്ങനെ ഡോണും അച്ഛനും റിക്കിയുടെ മകളും കൂടെ റിക്കിയെ കാണാൻ പോകുന്നു. അവരാകെ കയ്യിന്ന് പോയിട്ടാണിരിക്കുന്നത്. അങ്ങനെ 1988 മുതൽ 2020 വരെ റിക്കി ജയിലിൽ തുടർന്നു. മിഷിഗൺ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന നോൺ വയലന്റ് ജുവനൈൽ ഒഫൻഡറായിട്ട് പുള്ളിക്കാരൻ മാറിയിരിക്കുന്നു. ആൻഡ് ഇത്രയും വർഷക്കാലം ഒരു പരോള് പോലും ലഭിച്ചിട്ടില്ല. ഇവൻ കാരണം 11 പോലീസുകാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു ദേഷ്യം കാണാണ്ടിരിക്കോ?
സോ അവരാണ് ഇവൻ്റെ പരോളിന് പാര വെക്കുന്നത്. പിന്നെ ജോൺ കറി, ബോ, ഇപ്പം പറഞ്ഞ പോലീസുകാർ, അവരെല്ലാവരും കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നിറങ്ങി. സീനിയർ റിക്കി 2014 മരണപ്പെട്ടു. ജൂനിയർ റിക്കിയുടെ മകൾ വിവാഹം കഴിച്ചു. 2 കുട്ടികളുണ്ടിപ്പോൾ. അങ്ങനെ 2020 പുറത്തിറങ്ങിയ റിക്കി FBI-ക്കെതിരെ കേസ് കൊടുക്കുന്നു, അതും ചൈൽഡ് അബ്യൂസ്. നഷ്ടപരിഹാരമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമില്ല. ആൻഡ് പുള്ളിക്കാരനിപ്പോൾ ഒരു ആക്ടിവിസ്റ്റാണ്. അക്രമരഹിത കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ കഴിയുന്ന മറ്റുള്ളവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി അയാളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. ആൻഡ് ദി 8th എന്ന പേരിൽ സ്വന്തമായിട്ടൊരു കഞ്ചാവ് ബ്രാൻഡും ആരംഭിച്ചു. ക്രൂരവും അസാധാരണവുമായിട്ടുള്ള ശിക്ഷകളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുന്ന അമേരിക്കൻ ഭരണഘടനയുടെ 8ാം ഭേദഗതിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ലീഗൽ. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.